നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മത തീവ്രവാദ സംഘടന എന്ന രീതിയിൽ തന്നെയാണ് രണ്ട് മുന്നണികളും ഒളിഞ്ഞും തെളിഞ്ഞും SDPI വിശേഷിപ്പിച്ചത്. പക്ഷേ ആ പാർട്ടിയുടെ പിന്തുണ സംസ്ഥാനത്ത് നൽകുമ്പോൾ ദേശീയ തലത്തിൽ അത് വലിയ തിരിച്ചടിയായി മാറുമോ എന്ന ആശങ്കയാണ് കനക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണത്തിനായി അത് വഴിയൊരുക്കുമോ എന്ന സംശയം ഇടതുമുന്നണിക്ക് വലിയ തോതിലുണ്ട്. വോട്ട് ചോർച്ച ഉണ്ടാകുമോ, തങ്ങൾക്ക് വോട്ട് ബാങ്ക് വിള്ളൽ സംഭവിക്കുമോ എന്ന രീതിയിലൊക്കെ തന്നെ അവർ ഭയപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം ഭയപ്പാടത് ഇടതുമുന്നണിക്ക് തന്നെയാണ്. UDFനെ സംബന്ധിച്ച് ഏത് നിലപാട് സ്വീകരിക്കണമെന്ന അങ്കലാപ്പായിരുന്നു തുടക്കത്തിലെങ്കിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് തങ്ങൾക്കുള്ള വോട്ട്, അത് തങ്ങൾക്ക് ലഭിക്കേണ്ട വോട്ട്, തങ്ങളുടെ വിജയപ്രതീക്ഷ ഉണർത്തുന്ന വോട്ട് മുഴുവൻ തങ്ങളുടെ പക്കൽ നിന്നും ചോർന്നു പോകുന്നല്ലോ എന്ന ഭയപ്പാടാണ് ഉണ്ടായത്. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ രാജ്യത്ത് ചർച്ചാ വിഷയമായി സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുസ്ലിം വോട്ടുകൾ ഏത് വിധത്തിലും ന്യൂനപക്ഷ വോട്ടുകളെ തങ്ങളുടെ അടുത്തേക്ക് തന്നെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരുന്നു CPM ആലോചിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ അതിനൊക്കെ തന്നെ വലിയ തിരിച്ചടി എന്ന രീതിയിലാണ് ഈ തീരുമാനം മാറിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 നടന്ന സമയത്ത് അന്ന് ബീഫ് വിഷയം ഉയർത്തി ഒരു വലിയ പ്രചാരണം നടത്തിയിരുന്നു. അതിനുള്ള ഒരു നീക്കം ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ആ വിഷയം തന്നെയാണ് ഈ അടുത്ത പ്രചരണത്തിൽ പലയിടത്തും പല നേതാക്കളും ചർച്ചാ വിഷയമാക്കി മാറ്റിയത്. എന്നാൽ കോൺഗ്രസിനാകട്ടെ ഇത് രണ്ടും വലിയ തോതിൽ ഒരു തിരിച്ചടിയാകാനും പോകുന്നില്ല, ഗുണഫലമാകാനും പോകുന്നില്ല എന്ന അവസ്ഥയിൽ തന്നെയാണ്. എന്ത് കിട്ടിയാലും തങ്ങൾക്ക് ലാഭമെന്ന രീതിയിൽ തന്നെയാണ് കോൺഗ്രസും മനസ്സിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ പൂർണ്ണമായും വെറുപ്പിക്കാനുള്ളൊരു നീക്കവും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിനെയും BJPയെയും വീട്ടിലാക്കി മുന്നോട്ട് കുതിക്കാനാണ് CPM തന്ത്രങ്ങൾ മെനഞ്ഞത്. പക്ഷേ ഏറെക്കുറെ അത് വിജയിച്ചു പോന്ന ഘട്ടത്തിലാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട്, അവരെ വലിയ അങ്കലാപ്പിലാക്കിക്കൊണ്ട് SDPI UDFന് പരസ്യ പിന്തുണ നൽകിയത്. പൊതുവെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ തീവ്ര നിലപാടുള്ള സംഘടനയായി തന്നെയാണ് SDPI അറിയപ്പെടുന്നത്. UDFന് അവർ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മറ്റു വിഭാഗങ്ങൾ തങ്ങളുടെ പ്രചരണ തന്ത്രങ്ങളെ ഒന്നും തന്നെ വിലമതിക്കാതെ CPMന് വോട്ട് നൽകാതെ നേരെ UDF പാളയത്തിലേക്ക് ചേക്കേറുമോ എന്ന സംശയമാണ്. പ്രത്യേകിച്ച് ലീഗ് അടക്കമുള്ള പാർട്ടികൾ നിലകൊള്ളുമ്പോൾ മുഴുവൻ വോട്ടുകളും ആ രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ എന്ന ഭയപ്പാടായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ എന്ത് സംഭവിച്ചോ അത് തന്നെ ഇത്തവണയും ആവർത്തിക്കുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പങ്കുവച്ചത്. കനൽ ഒരു തരിയെങ്കിലും കഴിഞ്ഞ തവണ ഉണ്ടെങ്കിൽ അത് ഇത്തവണ കെടുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നുവെന്നാണ് CPMും AKG സെന്ററും ഭയപ്പെടുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് SDPIയുടെ പിന്തുണ തങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നാണ് UDF തുറന്നു പറഞ്ഞിരിക്കുന്നത്. KPCC ആക്ടിംഗ് പ്രസിഡന്റായ MM ഹസൻ കൂടി പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് തങ്ങളുടെ നിലപാട് എന്തെന്ന് വ്യക്തമാക്കിയത്. കാരണം തുടക്കത്തിൽ പല പ്രമുഖ നേതാക്കൾക്കും ഇതേക്കുറിച്ചുള്ള നിലപാട് എന്തെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. കോൺഗ്രസ് ഇത് സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൊല്ലത്ത് വരികയാണെങ്കിൽ NK പ്രേമേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചതാകട്ടെ അവരുടെ നീക്കം വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ നേതൃത്വം എന്ത് തീരുമാനമെടുക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതനുസരിച്ചായിരിക്കും നിലകൊള്ളുക എന്നൊക്കെ തന്നെയായിരുന്നു. വോട്ട് ലഭിച്ചു കഴിഞ്ഞാൽ അത് ഏത് പാർട്ടിക്കായിരുന്നാലും ലാഭം തന്നെയാണ്. പക്ഷേ ഇത് സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യം പാർട്ടി തന്നെയാണ് തീരുമാനമെടുക്കേണ്ടത്.